ഹലോ, ഇന്ന് ഞങ്ങളൊരു മാരേജിന് വന്നേക്കാണ് കേട്ടോ. ജിതിയേട്ടൻ്റെ ഓഫീസിലൊരു സ്റ്റാഫിൻ്റെ മാരേജാണ്. വരുമ്പോൾ തന്നെ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. വേഗം ഓടിപ്പോയി ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് വന്ന് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ സ്റ്റേജിലൊക്കെ കയറി ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അവരുടെ ഒപ്പം. പിന്നെ ഇത് അവരുടെ മാലയിടയിൽ ചടങ്ങായിരുന്നു കേട്ടോ. എല്ലാ ഫാമിലിയും കൂടെ സന്തോഷത്തോടു കൂടി കൈ അടിച്ച് പാസ്സാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളിത് അവരോട് ടാറ്റ ബൈ സീ യു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി. അങ്ങനെ കല്യാണ പെണ്ണും ഹാപ്പിയായി, ഞങ്ങളും ഹാപ്പി ആയിട്ടോ. ഇനി എല്ലാ പരിപാടിയും പോലെ തന്നെ ചെറിയൊരു കലാപരിപാടി, വേറെ ഒന്നുമല്ല, ഫോട്ടോ എടുക്കുന്ന പരിപാടി കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കാനായി നിന്നു. പോകുന്ന വഴിക്കാണ് കേട്ടോ ഇവരവിടെ ഇറങ്ങിയത് കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, കരിമ്പി ജ്യൂസ് കുടിക്കാനായിട്ട് ഞങ്ങളും കൂടെ അവിടെ ഇറങ്ങി. അങ്ങനെ ഇതാ അവിടുന്ന് എല്ലാവരും കൂടെ കരിമ്പിൻ ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചു കേട്ടോ. തമ്പുരുക്കുട്ടിക്കാണെങ്കിലോ ചെറിയൊരു വാശി, ആരെടുത്തും പോയില്ല കേട്ടോ. പിന്നെ അതേ കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ചു. എനിക്കെന്തോ കരിമ്പിൻ ജ്യൂസ് ഒട്ടും ഇഷ്ടമില്ല. ഞാനാണെങ്കിലോ കരിക്കാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഇത് എല്ലാവരും ഇതേ കരിമ്പ് ജ്യൂസ് കുടിച്ചു. അങ്ങനെ എല്ലാവർക്കും കരിമ്പ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് മാത്രം കരിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനായിട്ടുള്ള കാത്തിരിപ്പാണ്. അതിനിടയിൽ ഞാനും തമ്പുരുക്കുട്ടി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. എല്ലാവരും കരിമ്പ് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും തമ്പുരുക്കുട്ടിയാണെങ്കിലോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേ കാത്തു നിന്ന് അവസാനം കാത്തിരിപ്പിനൊടുവിലിതാ എൻ്റെ കരിക്കും വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവൾക്കാണെങ്കിലോ അത് കണ്ട പാടേ വേണം കേട്ടോ. അവളാണെങ്കിലും ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ചതാണ്. എന്തായാലും വേണ്ടില്ല, കുറച്ചങ്ങ് കൊടുത്തു കേട്ടോ. എന്നെ കൊണ്ടാണെങ്കിൽ കുടിപ്പിക്കണമില്ല. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കുടിച്ച് നേരെ വീട്ടിലോട്ട് പോയി. ടാറ്റ ബൈ സീ യു.